ഹായ്, ഓണപരിപാടിയൊക്കെ ആയി. എല്ലാവരും ഓണത്തിലാണ്, തിരക്കിലാണോ? അപ്പോൾ ഞാനും ഓണത്തിരക്കിലാണ്. ഇപ്പോൾ ഇഞ്ചി അച്ചാറിടാനുള്ള പരിപാടിയിലാണ്. എനിക്ക് ഇഞ്ചി ഇങ്ങനെ എണ്ണയ്ക്കകത്തിടുമ്പോൾ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറയരുതെന്നാ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ മണം നല്ലേ എന്നൊക്കെ ഇങ്ങനെ കൊതി കിട്ടുമെന്നൊക്കെ പറയും. കുറച്ച് എരി, കുറച്ച് മധുരം, അങ്ങനെയുള്ള ഇഞ്ചിക്കറി എനിക്കിഷ്ടം. ഇങ്ങനെ ഭയങ്കര എരി ഇഷ്ടമല്ല, ഭയങ്കര പുളി, എല്ലാം ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഇഞ്ചിക്കറി എനിക്കിഷ്ടം കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇഞ്ചിക്കറി ആക്കാം. ഇഞ്ചി ആയതുകൊണ്ട് നമുക്ക് കോരിയെടുക്കാം. ഒരു പ്ലേറ്റ് ഇഞ്ചി വറുക്കാനിട്ടതാണ്. ഇപ്പം ഒരു കറിപ്പാത്രത്തിൽ കോരി വെക്കുന്ന അത്രയും സാധനമേ ഉള്ളൂ. വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തരിതരിയായിട്ട് പൊടിക്കൊണ്ട് വരാം കേട്ടോ. അത്ര എണ്ണ തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ. ആവശ്യമുള്ളവർക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വാട്ടാം എണ്ണയ്ക്കകത്തിൽ. നമുക്ക് ഇത്രയും തരിതരിയായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. എനിക്ക് ഇച്ചിരി തരി കൂടുതലായിട്ടിരിക്കുന്ന ഇഷ്ടം കേട്ടോ. പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. അത് കളർ മാത്രമേ ഉള്ളൂ, എരി ഇല്ലാത്ത മുളക് പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. തിളയ്ക്കുമ്പോൾ നമുക്ക് ഇഞ്ചി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വറുത്ത് പൊടിച്ചതല്ലേ, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പം ഇഞ്ചിക്കറിയുടെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്കിത് തണുക്കുമ്പോൾ തിന്നി കോരി വെക്കാം. ഓക്കെ, ബൈ.